ഈ ചാപ്റ്ററിൻ്റെ പേര് ഓസിലേഷൻസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പഠിക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്താണെന്ന് നോക്കാം. പീരിയോഡിക് മോഷൻ്റെ ഡെഫിനിഷൻ അത്രയേ ഉള്ളൂ: ദ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. തുല്യ ഇടവേളകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചലനത്തെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ്. നമുക്ക് സർക്കുലർ മോഷൻ, റൊട്ടേഷൻ, റെവല്യൂഷൻ, അതൊക്കെ. പിന്നെ അതുകൂടാതെ വൈബ്രേഷൻ, ഓസിലേഷൻസ്. ഇതിൽ സർക്കുലർ മോഷൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. യൂണിഫോം സർക്കുലർ മോഷൻ, ആക്ച്വലി എർത്ത്സ് റൊട്ടേഷൻ, അല്ലേ, മൂൺസ് റെവല്യൂഷൻ അറൗണ്ട് എർത്ത്, ഇതൊക്കെ സർക്കുലർ മോഷനാണ്, യൂണിഫോം സർക്കുലർ മോഷനാണ്. അതുപോലെ മോഷൻ ഓഫ് എ പെൻഡുലം, വൈബ്രേഷൻ ഓഫ് എ മോളിക്യൂൾ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഓസിലേഷൻസ്, പീരിയോഡിക് മോഷനെ കുറിച്ചാണ് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഓസിലേഷൻസിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ പീരിയോഡിക് മോഷനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് സാധാരണ നമ്മൾ ഓസിലേഷൻസിലാണ് അപ്ലൈ ചെയ്യുന്നത്. മെഷറബിൾ പ്രോപ്പർട്ടി ദാറ്റ് വേരീസ് വിത്ത് ടൈം ഇൻ പീരിയോഡിക് മോഷൻ. എവിടെ ഒരു ഓസിലേഷൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ, വളരെ റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കി നിൽക്കാൻ വരുന്ന മോഷൻ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, എവിടെയെങ്കിലും ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണ് നമുക്ക് ഓസിലേഷൻസിൽ പറയുന്നത്. ആ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഓരോ സിറ്റുവേഷനിലും ഓരോ തരം ഡിസ്പ്ലേസ്മെൻറ്റാണ് നമുക്കുള്ളത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ഒരു ലൈനിലായിരിക്കണമെന്നില്ല, ലീനിയർ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്, ആ ക്വാണ്ടിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആംഗിൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പെൻഡുലം എന്ന് പറയുന്നത്. പെൻഡുലത്തിൽ ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റാണ്. നമ്മൾ തീറ്റ എന്നാണ് നമ്മൾ സാധനം എഴുതുക, അതിൻ്റെ യൂണിറ്റ് റേഡിയനാണ്, നിങ്ങൾക്കറിയാം. പിന്നെ ഇനി വേറൊരു കേസ്, ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വേറൊരു എക്സാമ്പിൾ നമുക്കറിയാമല്ലോ. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്പേസിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതൊരു എക്സാമ്പിളാണ്. ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടിട്ടുണ്ട്. അതിലൊരു കോൺസെപ്റ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് വിശദീകരിച്ചത്. ഇതൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണ്, ജസ്റ്റ് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓസിലേഷൻസ് നടക്കുമ്പോൾ മാക്സിമം എത്രത്തോളം ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകാം, അതിനെയാണ് നമ്മൾ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു സ്പ്രിങ്ങിൽ ഒരു മാസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ മുന്നോട്ടും പിമ്പോട്ടും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് പൊസിഷൻസാണ് നമ്മൾ രണ്ട് സർക്കിൾ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ പൊസിഷനാണ്. അതായത് നമ്മൾ അതിനകത്ത് എനർജി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ അതിങ്ങനെ അനങ്ങാതിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് അത് റെസ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് മെയിൻ പൊസിഷൻ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നൊക്കെ പറഞ്ഞത്. അതിന് നമ്മൾ കുറച്ച് വലിച്ചിങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് മുന്നോട്ടും പിന്നോട്ടും പോകും. അത് ഒരു സൈഡിലേക്ക് എത്രത്തോളം മാക്സിമം പോകും, അതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു വേവ്സ് ഓൺ എ സ്ട്രിങ് ഒരു ഫിഗർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഉയരത്തിലേക്ക് പോകാൻ പറ്റും അത്രയും തന്നെ അത് നെഗറ്റീവും പോകും. ഓക്കെ, പക്ഷെ മുകളിലേക്ക് എത്രത്തോളം പോകും അതിനായിരിക്കും താഴേക്ക് പോകുന്നത്. ആ മാക്സിമം ആ സീറോയിൽ നിന്ന് എത്രത്തോളം അത് ഡിസ്പ്ലേസ് ചെയ്യും മാക്സിമം, അതിനെയാണ് നമ്മൾ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നമുക്ക് പറയാം. അത് പറയുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഇത് എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്? എൻ്റെ ആൻസർ എന്ന് പറയുന്നത്, നമ്മളിതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചു. അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ മോഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും നമ്മളൊരു ബന്ധം ഉണ്ടാവുമല്ലോ.
അതെപ്പോഴും ഒന്നെങ്കിൽ കോസ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷൻ ആയിരിക്കും. ഈ കോസ് ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷനായിട്ട് നിങ്ങൾക്ക് അറിയാം ഒരു ഫേസ് ഡിഫറൻസേ ഉള്ളൂ. 90 ഡിഗ്രിയുടെ അല്ലെങ്കിൽ 5/2 റേഡിയൻ്റെ ഫേസ് ഡിഫറൻസേ ഉള്ളൂ. രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ അതിനെ പൊതുവെ പറയുന്ന ഈ സൈനും കോസിനും ഒക്കെ പൊതുവെ പറയുന്ന പേര് ഹാർമോണിക് ഫംഗ്ഷൻ എന്നാണ്. സിമ്പിൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്രീക്വൻസിയിലുള്ളൊരു സൈൻ വേവോ ഒരു കോസ് വേവോ ഒരു സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കോസ് ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷേ ആക്ച്വലി നമുക്കിതിനൊരു വളരെ ജനറൽ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട് ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്. ആ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു execute simple harmonic motion if it moves to and fro about a fixed point under the action of a restoring force which is directly proportional to the displacement from the fixed point and is always towards the fixed point. ഇത്രയേ ഉള്ളൂ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിതെന്താ ആക്ച്വലി എന്തിനാ പറയുന്നത്? ഇത് നമ്മൾ ഈ പറയുന്ന എല്ലാം തന്നെ നമ്മൾ ഇലാസ്റ്റിസിറ്റിയിൽ പഠിക്കുന്ന ഒരു ഹൂക്സ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആ ഒരു ഫോഴ്സിൽ ആ ടൈപ്പ് ഫോഴ്സ് ആ ഒരു F = -cx അല്ലെങ്കിൽ -kx എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഒരു ടൈപ്പ് ഫോഴ്സിൽ ആ ഫോഴ്സിൽ മാത്രമേ സത്യത്തിൽ ശരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് നാച്ചുറൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്പ് ഈ ടൈപ്പുള്ളൊരു ഫോഴ്സ് ആയിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. ആ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. അതെപ്പോഴും ആ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ടുവേഡ്സ് സെൻറ്റർ ആയിരിക്കും. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടുണ്ടാകുന്നു അതിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഡയറക്ഷനായിരിക്കും. അതൊരു നെഗറ്റീവ് സൈൻ കാണും. പ്രൊപ്പോർഷണലാണ്, പക്ഷേ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നെഗറ്റീവാണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മൾ പറയുന്നത് എന്താ പറയുക, റെസ്റ്റോറിങ് ഫോഴ്സ് അല്ല, അതിന് പറയുന്നത് നമ്മൾ സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയും. പല കോണ്ടെക്സ്റ്റിലും പല പേരാണ് അതിന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് ജനറലി കോൾഡ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. അതിവിടെ നമ്മൾ സി എന്ന് വിളിക്കുന്നു. ചില ബുക്കിൽ ഇത് കെ എന്നായിരിക്കും പറഞ്ഞത്. നിങ്ങളത് കൺഫ്യൂസ് ചെയ്യേണ്ട, ഓരോ ബുക്കിൽ ഓരോ രീതിയിലായിരിക്കും പറഞ്ഞത്. യു ക്യാൻ യൂസ് എനി ലെറ്റർ ഫോർ ദ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള കേസിലാണ് സാധാരണ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്തരം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ശരിക്കും സ്പ്രിങ് മാസ് സിസ്റ്റമാണ്. ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു സർഫസിൽ ഒരു മാസ് കിടക്കുന്നുണ്ട്. അതിനെ ഒരു ഭിത്തിയോട് ചേർത്തിട്ട് ഒരു സ്പ്രിങ്, ആ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ് സി ആണ്, അതിനെങ്ങനെ ബന്ധിച്ച് നിർത്തിയിട്ടുണ്ട്. അതിങ്ങനെ ഫ്രീ ആയിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യും അതിൻ്റെ മെയിൻ പൊസിഷനെ ബേസ് ചെയ്തിട്ട്. അതൊരു എക്സാമ്പിൾ. പിന്നെ മോളിക്കുലർ വൈബ്രേഷൻസ്, കെമിസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്. മോളിക്കുലർ വൈബ്രേഷൻസ് ഒരു പരിധി വരെ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പറയാവുന്ന കാര്യം, ഈ ഡിസ്പ്ലേസ്മെൻറ്റുകൾ രണ്ട് ടൈപ്പ് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ്. ഒന്ന് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഫിസിക്സിൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷനെ വെച്ചിട്ടാണ്. മിക്കവാറും എല്ലാ പ്രോബ്ലംസും മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊണ്ടാണ്. അപ്പോൾ ഫിസിക്സിലെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡൽ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഡൈനാമിക്സ് നമുക്ക് കിട്ടുള്ളൂ. ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകുതി വർക്കായി, പക്ഷെ അത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പറഞ്ഞാണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞാണ് ഈ പഠിക്കുന്നത്. ഏതാണ്? F = ma = md²x/dt². ഇത് വരുന്നത് എവിടെ നിന്നാണ്? ഇത് ന്യൂട്ടൺസ് ലോയിൽ നിന്നാണ് അല്ലേ? ആ ഫോഴ്സ് ടൈം ആണ് മാസ് ഇൻറ്റു ആക്സലറേഷൻ എഴുതി. m × d²x/dt² = -cx, d²x/dt² = -c/m × x, d²x/dt² + ω²x = 0, ω² = c/m. ഈ ഒന്ന് എന്ന് നമ്മൾ നമ്പർ ടേക്കുന്ന ഇക്വേഷൻ. ഇതാണ് ആക്ച്വലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നിങ്ങൾ എവിടെ നോക്കിയാലും, നിങ്ങൾ ഏത് ഫിസിക്സിൽ ബുക്ക് നോക്കിയാലും ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ കാണാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെയാണ് മാത്തമാറ്റിക്സ് തന്നെ പറയുന്നത്.
അതൊക്കെ നിങ്ങൾ മാസ്റ്റർ വിശദമായിട്ട് പഠിക്കും. വാട്ട് ഈസ് ഓർഡിനറി, വാട്ട് ഈസ് പാർഷ്യൽ, ഓക്കെ. എനിവേ d²/dx/dt² പ്ലസ് ഒമേഗ സ്ക്വയർ x = 0 എന്ന് പറയുന്നത് നിങ്ങൾ പല കോണ്ടെക്സ്റ്റിൽ, പല ബുക്കിൽ, പല സാഹചര്യത്തിൽ നിങ്ങൾ ഇതേ ഇക്വേഷൻ തന്നെ വീണ്ടും നിങ്ങൾ പഠിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾ ഈ ഇലക്ട്രോണിക്സിൽ LCR സർക്യൂട്ട്, ഓസിലേറ്റേഴ്സൊക്കെ പഠിക്കും. ഓസിലേറ്റേഴ്സൊക്കെ അപ്പോൾ ആ LCR സർക്യൂട്ടിലൊക്കെ ഇതുപോലെ തന്നെ കുറേ ഇതുപോലെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ചില ഓസിലേറ്റിംഗ് സർക്യൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ തീർന്നില്ല. ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒന്നും ഒതുങ്ങുന്ന ഒരു സാധനമല്ല, അത് വളരെ വൈഡായിട്ടുള്ള കാര്യം. പക്ഷേ നമ്മളതൊന്നും പഠിക്കേണ്ട. അവിടെ നമ്മളെന്താ പഠിക്കുന്നത്? നമ്മൾ ആക്ച്വലി ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കണം അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് d²x/dt² പ്ലസ് ഒമേഗ സ്ക്വയർ x എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. അതിൽ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് c/m ആണ്. ഈ ഒമേഗയാണ് നമ്മൾ പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി. ആക്ച്വലി ഫ്രീക്വൻസി ആംഗുലാർ ഫ്രീക്വൻസി ആയിട്ട് ചെറിയ വ്യത്യാസമുള്ളൂ അല്ലേ. ഒമേഗ = 2π × ഫ്രീക്വൻസിയാണ്, നമുക്കൊക്കെ അറിയാം. ആംഗുലാർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഇത് ആംഗുലാർ വെലോസിറ്റി ആയിട്ട് വളരെ സാമ്യമുള്ളൊരു ക്വാണ്ടിറ്റിയാണ് നമുക്കറിയാം. പക്ഷേ ആക്ച്വലി രണ്ടും വ്യത്യസ്തമാണ്. പക്ഷേ ഒന്ന് സെയിം യൂണിറ്റ് ഉള്ളത് തന്നെയാണ്. രണ്ടിൻ്റെ യൂണിറ്റ് സെയിം ആണ്. ഇനി നമുക്ക് ഈ ആക്സിലറേഷനെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഈ ആംഗുലാർ ഫ്രീക്വൻസിയുടെ ടൈംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. ആംഗുലാർ ആക്സിലറേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ആൽഫ എന്നാണ്. ഇവിടെ ആൽഫ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ടെക്സ്റ്റിൽ. c/m × x = -ω²x. അപ്പോൾ നമുക്ക് ഈ ഒമേഗ സ്ക്വയറിന് ഒരു പുതിയ ഡൈമെൻഷൻ കിട്ടി. എന്താണ്? ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. ന്യൂമറിക്കലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് അതിൻ്റെ ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ആക്സിലറേഷൻ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഒമേഗ സ്ക്വയർ. ആക്ച്വലി ഒമേഗ സ്ക്വയർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഒമേഗ ഇതിൻ്റെ റൂട്ട് എടുക്കുക, ഒമേഗ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടൊരു സൊല്യൂഷൻ ഉണ്ട് ഇക്വേഷൻ. മാത്തമാറ്റിക്സിൽ വളരെ കോമൺ ആയിട്ടുള്ള ഇക്വേഷനാണത്. അപ്പോൾ അതിന് ഒരു സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. x = a sin ωt + φ. ഇതിൽ എയും ഫൈയും കോൺസ്റ്റൻ്റ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്, ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ഈ ടൈമും ഈ ഡിസ്പ്ലേസിനും തമ്മിലുള്ള റിലേഷനാണ് യഥാർത്ഥത്തിൽ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് കൃത്യമായിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഒറിജിനൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. അതുകൊണ്ടാണ് നമ്മളതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കറിയാം അല്ലേ. ഇത് നമുക്ക് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -ω² × x എന്ന് കിട്ടും. ഓക്കെ, അതാണത് സൊല്യൂഷൻ. ഓക്കെ, നമ്മളത് പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയല്ല പ്രൂവ് ചെയ്യാൻ കേട്ടോ. നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ചില ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. ആ ഫോർമാലിറ്റി അത് പല മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇൻറ്റഗ്രലിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ ഇക്വേഷൻ എഴുതി d²x/dt² പ്ലസ് ω²x = 0. അത് കഴിഞ്ഞ് നമ്മൾ 2 dx/dt കൊണ്ട് ഇതിങ്ങനെ മാറ്റി 2dx/dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. കാരണം എന്താ? 2dx/dt × d²x/dt² പ്ലസ് ω² 2x dx/dt = 0. ഇതിൽ ഈ 2dx/dt എന്ന് പറയുന്നത് d²x/dt dx/dt സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാമല്ലോ, dx/dt സ്ക്വയർ എന്ന് പറയുമ്പോൾ 2dx/dt കിട്ടും d²x/dt². അതാണ് ശരിക്കും എൻ്റെ കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2dx/dt കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. 2dx/dt × d²x പ്ലസ് ω² × 2x dx/dt = 0. ഇൻറ്റഗ്രേറ്റിംഗ് dx/dt² പ്ലസ് ω²x² = c1. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താലും നമുക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ് നമ്മൾ പറയാം. അപ്പം നമുക്കതിന് c1 എന്ന് പേര് കൊടുത്തൂടെ.
C1 എന്ന് പേര് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ആദ്യം നമ്മൾ വേറെ C ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ C1 എന്ന് നമ്മൾ പേര് കൊടുത്തു. പക്ഷേ ഈ C1 നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. സാധാരണ ഇതിൽ നമ്മൾ മാത്തമാറ്റിക്സ് പ്രോബ്ലമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമോ, അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അവസാനം ഒരു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ അവിടെ അങ്ങ് ഇട്ടിട്ടങ്ങ് പോകും. പക്ഷെ ഇവിടെ പറ്റില്ല അത്, കാരണം ഇതൊരു ഫിസിക്കൽ പ്രോബ്ലമാണ്. ഈ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷന് കൃത്യമായ അർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഒക്കെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സൊല്യൂഷനിൽ നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C1 വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ ശരിക്കും ആ ഓസിലേറ്ററിനെ നോക്കുക. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, വെലോസിറ്റി 0 ഫോർ മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ഓസിലേറ്റർ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഒരറ്റത്തെത്തുന്നു, ഒരു ഊഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്ത് ഒരു അറ്റത്തെത്തി കഴിയുമ്പോഴത്തേക്കും അത് അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും മാക്സിമത്തിലെത്തി കഴിയുമ്പോൾ അല്ലേ. അവിടെ നിന്ന് തിരിച്ച് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുമല്ലേ. ഇപ്പോൾ ടോർഷൻ പെൻഡുലമൊക്കെ ഉണ്ട് നമ്മുടെ ലാബിൽ. അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഓസിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടേണിങ് നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ടേൺ ചെയ്യാൻ തുടങ്ങുകയാണ്, ടേണിങ് പോയിന്റ് എന്ന് പറയും. അവിടെയാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ആ പോയിന്റിൽ എന്താണ്, വെലോസിറ്റി 0 ആണ്, dx/dt 0 ആണ്. ഈ dx/dt 0 എന്നുള്ള കാര്യം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. നമുക്കറിയാം ഇപ്പോൾ കിട്ടിയേക്കുന്ന ഇക്വേഷനിൽ dx/dt വരെ എത്തിയിട്ടുള്ളൂ, x കിട്ടിയിട്ടില്ല നമ്മുടെ ആൻസറിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, 0² + ω² a² = C1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ C1 കിട്ടിയില്ല നമുക്ക്. C1 കിട്ടി. C1 എന്ന് പറയുന്നത് എന്താണ്, ω² a² ആണല്ലേ. നമുക്ക് വീണ്ടും അത് ഇക്വേഷൻ നമുക്ക് കിട്ടിയേക്കുന്ന സൊല്യൂഷനിലേക്ക് ഇട്ടു. അപ്പോൾ എന്ത് കിട്ടി, dx/dt² + ω² x² + C1 എന്നുള്ളത് വരെ നമ്മൾ ω² a² എന്ന് എഴുതി. അപ്പോൾ dx/dt² = ω² × a² - x² എന്ന് എഴുതി കിട്ടി. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ dx/dt = ω √a² - x² എന്ന് കിട്ടി, ഇക്വേഷൻ 3. അപ്പോൾ ഈ ഇക്വേഷൻ 3ക്ക് വളരെ ഒരു പ്രാധാന്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, dx/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. നമുക്ക് വെലോസിറ്റി കിട്ടി കഴിഞ്ഞു അല്ലേ, നമ്മുടെ പണി കുറച്ച് തീർന്നു അല്ലേ. മുഴുവനായിട്ടില്ല നമ്മുടെ സൊല്യൂഷൻ, പക്ഷേ dx/dt = ω × a² - x² എന്ന് എഴുതി. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് ടൈം t, ഒരു സമയത്ത്, ഏത് സമയത്ത്, t എന്ന് പറഞ്ഞാൽ എനി ടൈം, വെലോസിറ്റി എന്ന് പറയുന്നത് ω × √a² - x² ആയിരിക്കും. നമുക്കിതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ dx മറ്റേ സൈഡിൽ dt കൊടുത്തു, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണത്. dx/√a² - x² = ω dt. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഇൻവേഴ്സ് സൈനൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഡിഫറൻഷ്യൽസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഡിഫറൻഷ്യൽസ് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അത് സൈൻ ഇൻവേഴ്സ് x/a ഡിഫറൻഷ്യലാണ് 1/a² - x² എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ റിലേഷൻ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, സൈൻ ഇൻവേഴ്സ് x/a = ω t + φ. x/a ഈ φ എന്ന് പറയുന്നത് അനദർ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ്. നമ്മൾ ഒരെണ്ണം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ, അപ്പോഴത്തേക്കും ഇത് അടുത്ത് വന്നു കഴിഞ്ഞു. സൈൻ ഇൻവേഴ്സ് x/a = ω t + φ. x/a = sin ω t + φ. x = a sin ω t + φ. Phi is a constant of integration. It is called phase constant or ഇനിഷ്യൽ ഫേസ്. ചിലർ തന്നെ എപ്പോക്ക് എന്നൊക്കെ പറയും. ഓക്കെ, വാട്ടവർ, നമ്മളതൊന്നും യൂസ് ചെയ്യണ്ട. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വാക്കെന്ന് പറയുന്നത് ഫേസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ ഫേസ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിഷ്യൽ ഫേസ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്, അതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഇനിഷ്യൽ ഫേസ് എന്ന് പറയാൻ കാരണം
നമ്മൾ ടി സമയം എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അല്ലേ. നമ്മൾ പറയുകയാണ് ടി തുടങ്ങുന്നത് അത് സെൻറ്ററിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ആ സമയത്ത് ടി തുടങ്ങണമെങ്കിൽ ഫൈ എന്ന് പറയുന്നത് അപ്പോൾ ഉള്ള ഫേസ് ആയിരിക്കും, സ്വാഭാവികമായിട്ട് അത് 0 ആയിരിക്കും അല്ലേ. അതായത് ടൈം തുടങ്ങുന്ന സമയത്ത് അത് ആ ഓസിലേറ്റർ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്, മീൻ പൊസിഷന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് എങ്കിൽ ഫൈയുടെ വാല്യൂ കുറച്ച് വ്യത്യാസമായിരിക്കും. അതിനാണ് നമ്മൾ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ഈ ബ്രാക്കറ്റിൻ്റെ അകത്തിട്ടേക്കുന്ന ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത് അല്ലേ. ഫേസ് എന്ന് പറയുന്നത് ഏത് ടൈമിലുള്ള ഫേസ് എന്ന് പറയുന്നത് ω t+φ ആണ്. t = 0 വാല്യൂ ഉള്ള ഫേസിനെയാണ് നമ്മൾ ഇനിഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഇനിഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻറ്റ്. ഇക്വേഷൻ 4 represent the variation of displacement x with respect to time. For sin ω t+φ = 1. നമുക്കറിയാം ഇതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഏത് ഓസിലേഷൻ്റെ ഏത് സൈൻ വേവിൻ്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും, 1 ആയിരിക്കുമല്ലോ. പുട്ടിട്ട് 1 അതൊന്നാന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇതാണ് മാക്സിമം വാല്യൂ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളുടെ സൈൻ ഫംഗ്ഷനെ 1 എന്ന് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. Phi is the value of displacement at t = 0. It is the initial phase or epoch എന്ന് ഞാനിവിടെ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി, അത് കഴിഞ്ഞതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ് അത്. a sin ω t+φ എന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ sin ω t+φ പകരം cos ω t+φ എന്ന് എഴുതാം കേട്ടോ. പക്ഷേ അപ്പോൾ ഫൈയിൽ എന്തൊരു വ്യത്യാസം ഉണ്ടാവും, ഒരു π/2 വ്യത്യാസം ഉണ്ടാവും. അതർവൈസ് നമുക്ക് ഈ സൈന് പകരം കോസ് നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എല്ലാം സൈനായിട്ട് എഴുതാമുള്ളൂ, അങ്ങനെയൊന്നുമില്ല, കോസായിട്ടും എഴുതാം നമുക്ക്. ഓക്കെ, നമ്മൾ സൈൻ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഫൈ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടി ആണ്, പീരിയോഡ്. നമുക്കറിയാം ഒരു പ്രാവശ്യം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. ഒരു പീരിയോഡിക് മോഷൻ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയത്തെയാണ് ടി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ടി. അതും ഒമേഗ നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ 2π/ω = 2π × √m/c. ω² നമുക്ക് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ട് ആക്സിലറേഷൻ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. ടി = 2π/ആക്സിലറേഷൻ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ന്യൂ ആണ്. ന്യൂ അതായത് ഗ്രീക്ക് ലെറ്ററാണ് ന്യൂ. ചില ബുക്കിലൊക്കെ അത് എഫ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്നാലും ഫ്രീക്വൻസിക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ ന്യൂ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/t. ടിയുടെ ഇൻവേഴ്സാണ് 1/t ആണ്. ഈക്വൽ ടു 1/2π × √c/m അല്ലെങ്കിൽ √k/m. ഓരോ ബുക്കിലൊക്കെ അങ്ങനെ ആയിരിക്കും ന്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വെലോസിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർഷൻ കംപ്ലീറ്റ് ആയി. ഈ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ x = a sin ω t+φ ആണ്. വിയുടെ എക്സ്പ്രഷൻ ω × √a² - x² ആണ്. എയും എക്സും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എയും എക്സും തന്നിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, അതൊരു വേരിയബിളാണ്. എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ആംപ്ലിറ്റ്യൂഡ്. ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ് എന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, എന്തിനാണ് ബേസ് ചെയ്യുന്നത്? ആംപ്ലിറ്റ്യൂഡ് അതിൻ്റെ എനർജീനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കൂടുതൽ എനർജിയുള്ള ഓസിലേറ്ററിന് കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം കൂടുതൽ എനർജി കൊടുത്താൽ ഒരു പെൻഡുലം വളരെ ശക്തിയായിട്ട് ആടാൻ തുടങ്ങും, കുറച്ച് എനർജി കൊടുത്താൽ കുറച്ച് ആടത്തുള്ളൂ അല്ലേ. അപ്പോൾ പക്ഷേ ഇത് ഒരു പ്രാവശ്യം താഴെ തുടങ്ങിയാൽ പിന്നെ എനർജി ഒന്നും പോകുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴും എ മാറില്ല, എ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷേ എക്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും ടൈമിൽ. അപ്പോൾ വിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ω × √a² - x². അറ്റ് ഈക്വിലിബ്രിയം പൊസിഷൻ x = 0. അതായത് സെൻട്രൽ x = 0 വരുന്ന പോയിന്റ് നമ്മൾ സെൻട്രൽ അല്ലെങ്കിൽ ഈക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അനങ്ങാതെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് അർത്ഥമുള്ളൂ. പക്ഷേ അതിനെ നമ്മൾ അനക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന് ചുറ്റും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. x = 0-ൽ v = a ω ആയിരിക്കും. നമുക്കത് ഇതിൽ നിന്ന് കിട്ടും, ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും. v = a ω ആണ്. ആക്സിലറേഷൻ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ആംഗുലർ ഫ്രീക്വൻസി ആയിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്.
അത് മാക്സിമം വാല്യൂ ആണ്. സെൻറ്ററിലാണ് വരുമ്പോഴാണ് നമുക്കറിയാം ഒരു ഊഞ്ഞാൽ ആടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെൻറ്ററിൽ കൂടെ പോകുമ്പോഴായിരിക്കും മാക്സിമം വെലോസിറ്റിയിൽ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ പെൻഡലത്ത് ഒബ്സർവ് ചെയ്താൽ സിമ്പിൾ പെൻഡലത്തിൽ ആ ബോബ് ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുമ്പോഴാണ്. ഇനി അതിൻ്റെ അറ്റെന്ന് പറയുന്നത് ടേണിംഗ് പോയിൻ്റാണ്. അതായത് ഒരു ഡയറക്ഷനിലേക്ക് ആടിയിട്ട് നേരെ തിരിച്ചാടാൻ തുടങ്ങുന്ന ആ കറക്റ്റ് പോയിൻ്റ്, അതിനെ നമ്മൾ x = +or- a എന്ന് പറയും. v = ഒമേഗ ഇൻറ്റു a² - x² = 0. ഓക്കെ, ഈ എ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ, 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ആ എക്സ്ട്രീം പൊസിഷനിൽ ആ അറ്റത്ത് 0 ആണ്. ഇത് നമ്മൾ മാത്തമാറ്റിക്കലി തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. ഇതൊക്കെയാണ് നമ്മളുടെ പണി എന്ന് പറയുന്നത് ഈ ഫിസിക്സിൽ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ വെറുതെ ഒരു സിമ്പിൾ പെൻഡലത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും. പക്ഷേ നമ്മളിത് ഒരു തിയറി ഉപയോഗിച്ച് നമ്മളിങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കി, ഇക്വേഷൻ സോൾവ് ചെയ്തു, നമ്മൾ ഓരോരോ കണ്ടീഷൻസൊക്കെ കൊടുത്തു. കണ്ടീഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻസ് എല്ലാം ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വഴി നമ്മളിങ്ങനെ മനസ്സിലാക്കിയെടുക്കുകയാണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് 0 അറ്റ് എക്സ്ട്രീം പൊസിഷൻസ്, മിനിമം വാല്യൂ. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആക്സലറേഷൻ, ഇനി ആക്സലറേഷൻ സംഭവിക്കുന്നു നോക്കാം. ആക്സലറേഷൻ α = d²x/dt² ആണ്, = -ω²x ആണ്. നമ്മൾ ഇതേപോലെ കണ്ടീഷൻ കൊടുക്കുക. സെൻറ്ററിൽ x = 0 എന്ന് കൊടുക്കുക, α 0 ആയിരിക്കും. സെൻറ്ററിൽ ആക്സലറേഷൻ 0 ആയിരിക്കും, മിനിമം ആയിരിക്കും, ഏറ്റവും കുറഞ്ഞ ആക്സലറേഷൻ അതാണ്. അതുപോലെ എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം വാല്യൂവിൽ ഏറ്റവും അറ്റത്ത് -ω² ആയിരിക്കും. മൈനസ് ടൈം വന്നതുകൊണ്ട് നമുക്കറിയാം അല്ലേ, അതൊക്കെ നമുക്കറിയാം. അതെപ്പോഴും ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കുമല്ലോ. പക്ഷേ അതിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും, ന്യൂമറിക്കൽ വാല്യൂ മാക്സിമം ആയിരിക്കും അതിൻ്റെ എൻഡിൽ. കാരണം എന്താണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് അല്ലേ. ഏറ്റവും വെലോസിറ്റി ഇങ്ങനെ പെട്ടെന്ന് ടേൺ ചെയ്യുന്ന സമയത്തായിരിക്കും വെലോസിറ്റിക്ക് ഏറ്റവും വ്യത്യാസം ഉണ്ടാകുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഏറ്റവും കൂടുതൽ അവിടെ ആയിരിക്കും, ആ പോയിന്റിലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനെ കുറിച്ചിട്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു ഡെഫിനേഷൻ തുടങ്ങി, പക്ഷേ ഇപ്പോൾ നമ്മൾ കുറേ പ്രൂവ് ചെയ്തു. സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്തു.